Hello everyone, welcome to Competitive Cracker. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കെമിസ്ട്രിയിൽ തന്നെ ആ ഒരു ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് തന്നെ കാരണമാവുന്നത് ഈ ഒരു സ്റ്റഡീസാണ്. അപ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. അതിനകത്ത് തന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാഗ്സ് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ബ്രാഗ്സ് ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഡിഫ്രാക്ഷൻ ഓഫ് എക്സ്റേസ് ബൈ ക്രിസ്റ്റൽസ്. നമുക്കറിയാം നമ്മുടെ 1912 നമ്മുടെ മാക്സ് വോൺ ല്യൂ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബീം ഓഫ് നോൺ ഹോമോജിനൈസ്ഡ് ആയിട്ടുള്ള എക്സ്റേസ് നമ്മളൊരു ക്രിസ്റ്റൽ ഈ കാണിച്ചേക്കുന്നുണ്ടോ, ഈ ഒരു ക്രിസ്റ്റലിലൂടെ നമ്മൾ എക്സ്റേസിനെ പാസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ നമ്മളൊരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നമ്മൾ പതിപ്പിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണാനായിട്ട് പറ്റും. മനസ്സിലാവുന്നു? ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റലിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ മാക്സ് വോൺ ല്യൂ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമ്മൾ ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചിട്ട് ആ ഡിഫ്രാക്ഷൻ പാറ്റേണിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം നമ്മൾ ഇവിടെ ഈ കിട്ടിയ ഡിഫ്രാക്ഷൻ ആ പാറ്റേണിനെ ഇവർ ല്യൂ സ്പോട്ട് എന്ന് പറഞ്ഞാണ് മാക്സ് വോൺ ല്യൂ പറഞ്ഞത്. അപ്പോൾ ഈ സ്പോട്ടിനെ വെച്ചിട്ട് നമ്മളുടെ യൂണിറ്റ് സെല്ലിൻ്റെ സൈസും അതുപോലെ തന്നെ ഷേപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ ആര് കണ്ടുപിടിച്ചു? മാക്സ് വോൺ ല്യൂ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു. ഇത് നമ്മൾ സാധാരണയായിട്ട് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നൊരു ഏരിയ അല്ല. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ ക്രിസ്റ്റൽ എടുത്താലും അവിടെ എന്തുണ്ട്? ഒരു ലാറ്റൈസ് ഉണ്ട്. ആ ലാറ്റൈസിലാണ് നമ്മളുടെ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിലൂടെ നമ്മൾ എന്താണ് എക്സ്റേസിനെ പാസ് ചെയ്യിപ്പിക്കുക. എക്സ്റേസിനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം ഈ ആറ്റത്തിലെ മിക്ക ഭാഗവും MG ആണ്. അപ്പം എന്ത് ചെയ്യും? ഈ ആറ്റത്തിലൂടെ എക്സ്റേസ് പാസ് ചെയ്തു പോകും. പക്ഷേ ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുമായിട്ട് എന്ത് ചെയ്യും? എക്സ്റേസ് ഇൻട്രാക്ട് ചെയ്യും, നമ്മുടെ ആറ്റങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ചധികം ഇൻഫോർമേഷൻസ് അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് കിട്ടും. ആ പാറ്റേൺസ് നോക്കിയിട്ട് നമുക്ക് ക്രിസ്റ്റലിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, ഇവിടെ 2 ബ്രാഗാണ്. ഇത് അച്ഛൻ ബ്രാഗും ഇത് മോൻ ബ്രാഗുമാണ്. നമ്മളുടെ 2 ബ്രാഗുണ്ട്, WH ബ്രാഗും WL ബ്രാഗും. ഇവർ നമ്മുടെ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിനൊക്കെ നമ്മളുടെ നോബൽ പ്രൈസ് കിട്ടിയ 2 പേരാണ്. മനസ്സിലാവുന്നു? ഈ ബ്രാഗ്സ് വെയർ awarded നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇൻ 1915 ഫോർ their വർക്ക് ഇൻ ഡിറ്റർമൈനിങ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ബിഗിനിങ് വിത്ത് സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ് ആൻഡ് ഡയമണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു അച്ഛനും മകനും ആദ്യമായിട്ട് നമുക്ക് നോബൽ പ്രൈസ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ക്രിസ്റ്റലോഗ്രാഫിയുടെ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സ്റ്റഡീസാണ്. ഈ 2 ബ്രാഗ്സ് ആണ് നമ്മുടെ ആ ഒരു ഇക്വേഷനിലോട്ട് നമ്മളെ നയിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. എന്താണ് ഇക്വേഷൻ? n ലാംഡ ഇസ് ഈക്വൽ ടു 2d sin θ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ബ്രാഗ്സ് ഇക്വേഷൻ. നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറും ക്രിസ്റ്റലിനെ പറ്റിയുള്ള ഐഡൻറ്റിഫിക്കേഷനും എല്ലാം നമുക്ക് കാണിച്ചു തന്നത് ഈ ഒരു ഇക്വേഷൻ വഴിയാണ്. എന്താണ്? n ലാംഡ ഇസ് ഈക്വൽ ടു 2d sin θ എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു ഫണ്ടമെൻ്റൽ ഇക്വേഷനാണ്. ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ റിലേഷനാണ്? നമ്മളുടെ യൂസ് ചെയ്യുന്ന എക്സ്റേസ്, അതിൻ്റെ വേവ് ലെങ്ത്തും അവിടുത്തെ ഇൻ്റർപ്ലനാർ ഡിസ്റ്റൻസ് ഓഫ് ദ ക്രിസ്റ്റലും എന്ന് പറഞ്ഞാൽ, ഇൻ്റർപ്ലനാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്രിസ്റ്റലിൽ പല പ്ലെയിനുകളുണ്ട്. ഇങ്ങനെയുള്ള പല പ്ലെയിനുകളുണ്ട്. ഈ പ്ലെയിനുകളിലൂടെ എക്സ്റേസ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 2 പ്ലെയിനുകൾ തമ്മിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർപ്ലനാർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിന് നമ്മൾ D കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്നുള്ള ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ് n എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റേസ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ പഠിക്കുന്നത്. ആ യൂസ് ചെയ്യുന്ന എക്സ്റേസിൻ്റെ വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഡിഫ്രാക്ഷൻ ആംഗിൾ ആണ്. ആ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ഗ്ലാൻസിങ് ആംഗിൾ എന്നാണ്. മനസ്സിലാവുന്നോ? ഗ്ലാൻസിങ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്നാണ് നമ്മൾ ഈ തീറ്റയെ പറയുന്നത്. അപ്പം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബ്രാഗ്സ് ഇക്വേഷൻ എന്താണ്? n ലാംഡ ഇസ് ഈക്വൽ ടു 2d sin θ. ഇവിടെ D എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർപ്ലേനാർ ഡിസ്റ്റൻസ് ആണ്. 2 പ്ലെയിനുകൾക്ക് ഇടയിലുള്ള ഇൻ്റർപ്ലേനാർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ D കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ആ ഒരു സർഫസിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. മനസ്സിലാകുന്നു? ഇനി എങ്ങനെയാണ് ഈ ബ്രാഗ്സ് ലോ ഡിറൈവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രാഗ്സ് ലോ ഡിറൈവ് ചെയ്യുന്നതിന് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്?
എക്സ്റേസ് നമ്മളുടെ ക്രിസ്റ്റൽ ലാറ്റേസിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ 2 പാരലൽ പ്ലെയിൻസ് ഉണ്ട്. ആ 2 പാരലൽ പ്ലെയിൻസിലൂടെയും നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്റേസിനെ പാസ് ചെയ്യിപ്പിക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സ്റേസ് നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ ക്രിസ്റ്റലിലെ കുറേ സ്പേസ് എം ടി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ എം ടി സ്പേസിലൂടെ എല്ലാം എന്ത് ചെയ്യും, ഈ എക്സ്റേസ് പാസ് ചെയ്യും. അവിടെ ആറ്റംസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യും, എക്സ്റേസ് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ എക്സ്റേസ് എന്ത് ചെയ്യും, നമ്മളുടെ ക്രിസ്റ്റലിൽ വന്ന് വീഴും. അതിൽ ചില എക്സ്റേസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മളുടെ ക്രിസ്റ്റലിനകത്തേക്ക് അവർ പെനിട്രേറ്റ് ചെയ്ത് വരും. എന്നിട്ട് ചിലത് എന്ത് ചെയ്യും, അവർ റിഫ്ലക്റ്റഡ് ഫ്രം ദ സക്സസീവ് ലെയേഴ്സ്, എന്നിട്ട് അവർ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. മനസ്സിലാവുന്നു? അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ബ്രാഗ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇനി ഇഫ് ദ റിഫ്ലക്റ്റഡ് വേവ്സ് ആർ ഔട്ട് ഓഫ് ഫേസ്, then due to the destructive interference no diffraction will be observed. Ini if the reflected waves are in phase, a diffraction spot will be observed due to constructive interference. അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സ്റേസിനെ പാസ് ചെയ്യിപ്പിക്കുവാണ്, നമ്മുടെ ക്രിസ്റ്റൽ പ്ലെയിൻസിലൂടെ നമ്മൾ എക്സ്റേസിനെ പാസ് ചെയ്യിപ്പിക്കുവാണ്. അപ്പം നമുക്കറിയാം, ഒരു വേവ് എടുക്കുവാണെങ്കിൽ ആ വേവിന് എന്തൊക്കെ കാണും, ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഒക്കെ കാണും. അപ്പം 2 വേവ്സ് തമ്മിൽ ഒരേപോലെ എന്ന് പറഞ്ഞാൽ അവർ കൺസ്ട്രക്റ്റീവായിട്ടാണ് ഇൻ്റർഫറൻസ് ചെയ്യുന്നതെങ്കിൽ, ഒരു ക്രസ്റ്റിൽ ഒരു ക്രസ്റ്റ്, ഒരു ട്രഫിൽ ഒരു ട്രഫ്, ഇങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് അവർ ഇൻ്റർഫറൻസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ റിഫ്ലക്റ്റഡ് വേവ്സ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ക്രസ്റ്റിൽ ഒന്നിൻ്റെ ട്രഫ് വരുവാണ്. ഈ ഒരു ബാനറിൽ ഇതിവിടെ ക്രസ്റ്റ് വന്നു, ഇവിടെ ട്രഫ് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും കാണുന്നത്. ഇനി റിഫ്ലക്റ്റഡ് വേവ്സ് എന്ന് പറയുന്നത് ഇൻ ഫേസിലായിട്ടാണ് വരുന്നത്. ഒന്നിൻ്റെ ക്രസ്റ്റിൻ്റെ താഴെ വേറൊന്നത്തിൻ്റെ ക്രസ്റ്റ്, മറ്റേതിൻ്റെ ട്രഫിൻ്റെ താഴെ വേറൊന്നിൻ്റെ ട്രസ്റ്റ്, ആ ഒരു മാനറിലാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് സാധിക്കും, ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും വരുന്നത്. ഇത്രയും മനസ്സിൽ വെച്ചേക്കുക. ഇതാണ് നമ്മളുടെ ബ്രാഗ്സ് ലോ ഡിറൈവ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ 2 എക്സ്റേസിനെ നമ്മൾ എന്താണ്, നമ്മളുടെ ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റേസിലൂടെ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പ്ലെയിൻസിലൂടെ പാസ് ചെയ്യിപ്പിക്കുവാണ്. ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, അവർ ആറ്റംസ് അവ എന്ത് വേണോ ആവട്ടെ. അപ്പോൾ ഈ ക്രിസ്റ്റൽ ആദ്യത്തെ എക്സ്റേ നോക്കിക്കേ, നമ്മുടെ എക്സ്റേ ക്രിസ്റ്റലിൽ വന്ന് പതിച്ചു. അപ്പോൾ അവിടെ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അത് റിഫ്ലക്ട് ചെയ്തു പോയി. രണ്ടാമത്തെ എക്സ്റേ നോക്കിക്കേ, രണ്ടാമത്തെ എക്സ്റേ ഇവിടെ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ എക്സ്റേസ് ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റേസിലൂടെ പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതും റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലാവുന്നു? അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ഒരു റേ ഇവിടെ അല്ലെങ്കിൽ ഈ എക്സ്റേസ് നമ്മുടെ ഈ ക്രിസ്റ്റൽ പ്ലെയിനുമായിട്ടുണ്ടാകുന്ന ആ പർട്ടിക്കുലർ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറയും. അതിനെ ഗ്ലാൻസിങ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇതും തീറ്റയാണ്, അപ്പോൾ ഇതും തീറ്റയാവും, ഇതും തീറ്റയാവും. മനസ്സിലാവുന്നു? അപ്പം നോക്കിക്കേ, ഈ എക്സ്റേസ് ഇവിടെ വന്ന് ഫസ്റ്റ് എക്സ്റേ നോക്കിക്കേ, ഇങ്ങനെ വന്ന് പതിച്ചു, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു പോയി. സെക്കൻഡ് എക്സ്റേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു പോയി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ടൊരു പാത്ത് വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പാത്ത് വരയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, കണ്ടോ, ഇങ്ങനെ 2 പാത്തുകൾ വന്നു. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് എക്സ്റേയും സെക്കൻഡ് എക്സ്റേയും ട്രാവൽ ചെയ്ത ആ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയല്ലേ വരുന്നുള്ളൂ, AB + BC അല്ലേ വരുന്നുള്ളൂ. ഇവരെ നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് സെയിം, ഇത് നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് സെയിം, ബാക്കി എക്സ്ട്രാ ഇവർ ട്രാവൽ ചെയ്തത് AB + BC എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് അല്ലേ. അപ്പം നമുക്ക് ABയും BCയും ഒന്ന് കണ്ടുപിടിച്ചാലോ. ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റർപ്ലേനാർ ഡിസ്റ്റൻസ് D എന്ന് പറയുന്നത്. മനസ്സിലാകുന്നു? ഇനി നമ്മൾ നോക്കിക്കേ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. നമ്മളിവിടെ സൈൻ തീറ്റയുടെ വാല്യൂ എടുക്കാൻ പോവുകയാണ്. സൈൻ തീറ്റയുടെ വാല്യൂ എടുക്കുമ്പോഴത്തേനും നമ്മൾ നോക്കിക്കേ, സൈൻ തീറ്റയുടെ വാല്യൂ എടുക്കുമ്പോൾ എങ്ങനെ വരും, സൈൻ തീറ്റയുടെ വാല്യൂ നമ്മളിവിടെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേനും നമുക്ക് വരുന്നത്, ഇവിടെ നോക്കിക്കേ, AB എന്ത് വരും, BZ എന്ന് പറഞ്ഞു വരും. അതായത് AB/D എന്ന് പറഞ്ഞു വരും. ഇതിൻ്റെ കേസിൽ സൈൻ തീറ്റ എടുത്താൽ നമുക്ക് AB/D എന്ന് പറഞ്ഞു വരും. ഇനി ഇവിടുത്തെ കേസിൽ ഇതും തീറ്റയല്ലേ ആംഗിൾ, അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ തീറ്റ എടുക്കുമ്പോഴത്തേന് എങ്ങനെ വരും, സൈൻ തീറ്റ എന്ന് പറയുന്നത് BC/D എന്ന് പറഞ്ഞു വരും. അതായത് നമുക്ക് എന്ത് പറയാം, AB എന്ന് പറയുന്നത് D സൈൻ തീറ്റയാണ്, അതേപോലെ തന്നെ
ബി സി എന്ന് പറയുന്ന ഈ കാണുന്ന ബി സി എന്ന് പറയുന്നത് എന്താണ്? ഡി സൈൻ ഡി ടി ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു പാത്ത് ഡിഫറൻസ് ആണ് ഈ രണ്ട് എക്സ്റേസും എക്സ്ട്രാ ആയിട്ട് സഞ്ചരിച്ചത് അല്ലേ? അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിഫറൻസ് ഇൻ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? എ ബി പ്ലസ് ബി സി ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? എൻ ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കും. അത് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എ ബി പ്ലസ് ബി സി അതല്ലേ നമ്മുടെ ഈ രണ്ട് എക്സ്റേസും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞത്? എൻ ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കും. എന്തുവായി എ ബി എന്ന് പറഞ്ഞാൽ ഡി സൈൻ തീറ്റ, ബി സി എന്ന് പറഞ്ഞാലോ ഡി സൈൻ തീറ്റ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഡി സൈൻ തീറ്റ പ്ലസ് ഡി സൈൻ തീറ്റ എന്ന് പറയുന്നത് എൻ ലാംഡ എന്ന് എഴുതാം. അതായത് 2D സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും വരും? 2D സൈൻ തീറ്റ എന്ന് പറയുന്നത് എൻ ലാംഡ എന്ന് പറഞ്ഞു വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്യുന്നത്? നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം ബേസിക് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. മനസ്സിലാവുന്നു? അപ്പം നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. നമ്മൾ ഫിഗർ നോക്കുവാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് അവർ പാരലൽ പ്ലെയിൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവർ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ആ ഡിസ്റ്റൻസ്, ഇത് രണ്ട് പാരലൽ പ്ലെയിൻസ് ആണ്. നമ്മുടെ ക്രിസ്റ്റലോഗ്രാഫിക് ആ ഒരു ലാറ്റേസിൽ രണ്ട് പാരലൽ പ്ലെയിൻസ് ആണ്. ആ പാരലൽ പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഈ രണ്ട് ബീം ഓഫ് മോണോക്രോമാറ്റിക് എക്സ്റേസ് എന്താണ്? നമ്മളുടെ ഈ ഒരു പ്ലെയിൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻസിൽ വന്ന് തീറ്റ എന്ന് പറയുന്ന ഗ്ലാൻസിങ് ആംഗിളിൽ അവർ വന്ന് പതിക്കുകയാണ്, റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, അതാണ് ഈ കാണിച്ചേക്കുന്നത്. രണ്ട് എക്സ്റേസ് വന്ന് അവർ ആ ഒരു പ്ലെയിനിൽ വന്ന് പതിക്കുന്ന ആംഗിൾ കണ്ടോ? ഇതാണ് തീറ്റ, ഇതും തീറ്റയാണ്. അപ്പോൾ ഇതും തീറ്റ വരും, ഇതും തീറ്റ വരും. അതൊക്കെ നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ്. അപ്പം അങ്ങനെ രണ്ട് ആംഗിൾസിൽ രണ്ട് എക്സ്റേസ് വന്ന് തീറ്റ എന്ന് പറയുന്ന ഒരു ഗ്ലാൻസിങ് ആംഗിളിൽ നമ്മുടെ എന്താണ് പാരലൽ പ്ലെയിൻസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇനി ഈ രണ്ട് പതിക്കുന്ന ഈ വേവ്സും ഇൻ ഫേസ് ആണെങ്കിൽ ദ ഡിഫറൻസ് ഇൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ടു റേസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ആ ഒരു പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രൽ ഓഫ് എന്താണ് വേവ് ലെങ്ത് ആയിരിക്കും എന്ന് മനസ്സിലാവുന്നു. ഇവർ ഇൻ ഫേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, രണ്ടും കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ ഫേസിൽ വന്ന് ഒരു റിഫ്ലക്ഷൻ തരുവാണെങ്കിൽ അവിടെ നമുക്കൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് ഓഫ് എക്സ്റേസിൻ്റെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് എൻ ലാംഡ എന്ന് പറയുന്നത്, എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആയിരിക്കും, 1 2 3 എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇനി കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എപ്പോഴും മാത്രമേ ഒക്കറി ചെയ്യത്തുള്ളൂ? പാത്ത് ഡിഫറൻസ് എൻ ലാംഡ എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി സി ആയിരിക്കുമ്പോഴാണ്. അതായത് പാത്ത് ഡിഫറൻസ് എ ബി പ്ലസ് ബി സി ആകുമ്പോഴാണ് എൻ ലാംഡ എന്ന് ഞാൻ നിങ്ങളെ ഡിറൈവ് ചെയ്ത് കാണിച്ചതാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ ലാംഡ ഈസ് ഈക്വൽ ടു 2D സൈൻ തീറ്റ എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട്. ഡെറിവേഷൻ ഒന്നും ചോദിക്കില്ല, എങ്കിലും നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണം. ക്രിസ്റ്റൽസിൻ്റെ കേസിൽ ആ ഇൻ്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചറും യൂണിറ്റ് സെല്ലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോളിഡ് സെറ്റിലുള്ള ടോപ്പിക്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒന്നാണ് നമ്മളുടെ ഈ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറുടെ എക്സാമിന്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പ്രീവിയസ് നടന്ന എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് സിലബസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. നല്ല സാലറി സ്കെയിലുള്ളൊരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ പലർക്കും പോലീസ് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ അവർക്ക് യൂണിഫോം ഇല്ലാതെ തന്നെ ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാനും ഈ ഒരു ജോലി കിട്ടിയാൽ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കുറ്റാന്വേഷണ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ പഠിത്തം അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലും ഇതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് ഉണ്ട്. അപ്പം ഇവിടെയും നമ്മൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. റീസെൻ്റായിട്ട് നടന്ന പരീക്ഷയുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്കഷനും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനി നമ്മളുടെ ബ്രാഗ്സ് ഇക്വേഷനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തില്ലേ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ദ ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 100 സെറ്റ് ഓഫ് പ്ലെയിൻ in a face-centered cubic unit cell is 170 picometer. The distance between 200 set of plane is. ശരിക്കും ഇത് ബ്രാഗ്സ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം ഒന്നും അല്ല, എങ്കിലും ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. നമ്മൾ നോക്കിക്കേ, ഇവിടെ നമുക്ക്
ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ D100 സെറ്റ് ഓഫ് പ്ലെയിൻ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി നമ്മൾ സാധാരണയായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? DHKL എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. DHKL എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? D100. അതെന്താണെന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് 170 പൈക്കോമീറ്റർ. അതായത് രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് 100 സെറ്റ് ഓഫ് പ്ലെയിനിലാണെങ്കിൽ അത് 170 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് D200 പ്ലെയിനിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ ആ ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് DHKL എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? A ഡിവൈഡഡ് ബൈ √(h² + k² + l². മനസ്സിലാവുന്നോ? ഇവിടെ HKL എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ എങ്ങനെയാണ്? 100. അതായത് D100 എന്ന് പറയുന്നത് എങ്ങനെ വരും? A ഡിവൈഡഡ് ബൈ √(1² + 0² + 0². അതായത് A/1 എന്ന് പറഞ്ഞ് വരും. മനസ്സിലാകുന്നു? ഇനി നമുക്ക് അടുത്തത് വേണ്ടത് D200 പ്ലെയിൻ. അതിൻ്റെ കേസിൽ എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? D200 പ്ലെയിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം A ഡിവൈഡ് ബൈ √(2² + 0² + 0². അതായത് ഇത് 4 അല്ലേ? A/2 എന്ന് എഴുതിക്കൂടെ? D200 പ്ലെയിൻ്റെത് എങ്ങനെ എഴുതാം? A/2 എന്ന് എഴുതാം. മനസ്സിലാകുന്നു? അപ്പം നിങ്ങൾ നോക്കിക്കേ, D100 പ്ലെയിൻ്റെത് A/1ഉം D200 പ്ലെയിൻ്റെത് A/2 ആണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? D200 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? D200 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? D200 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? D100/2 ആണ്. അതായത് D100യുടെ വാല്യൂ എങ്ങനെയാണ്? 170 പൈക്കോമീറ്റർ ആണ്. 170/2 വരും. അതായത് നമ്മുടെ ആൻസർ എങ്ങനെ വരും? 170/2 എന്ന് പറഞ്ഞാൽ 85 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞ് ആൻസർ വരും. സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. C ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഒരു പ്ലെയിൻ 100 എന്ന് പറയുന്ന ഒരു പ്ലെയിനിൽ നിന്നുള്ള ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതെത്രയാണ്? അതെന്ന് പറയുന്നത് 170 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. D എന്ന് പറയുന്ന ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് 100 പ്ലെയിൻ എന്നുള്ളത് 170 പൈക്കോമീറ്റർ ആണ്. D എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? DHKL എന്ന് പറഞ്ഞാൽ A ഡിവൈഡ് ബൈ √(h² + k² + l². ഇവിടെ H എന്ന് പറയുന്നത് 1, K എന്ന് പറയുന്നത് 0, L എന്ന് പറയുന്നത് 0. ഇനി രണ്ടാമതൊരു സെറ്റ് ഓഫ് പ്ലെയിൻ ഉണ്ട്, D200 ആണ്. അവിടുത്തെ ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം DH200 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? A ഡിവൈഡ് ബൈ √(2² + 0² + 0). അങ്ങനെ വരുമ്പോഴത്തേന് A/2 എന്ന് കിട്ടും. അപ്പം നമുക്ക് D200 D110/2 എന്ന് എഴുതാം. അതായത് 170/2 എന്ന് പറയും. അതായത് D200 പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 85 പൈക്കോമീറ്റർ ആയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ പ്രോബ്ലം ചെയ്തു. അപ്പം നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുമ്പോഴത്തേന് നമുക്കിതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.